മുഅ്മിനുകളെ, അല്ലാഹുവിന് തഖ്വ ഉള്ളവരായിരിക്കുവാൻ ഇഹപര ജീവിത വിജയം കരസ്ഥമാക്കുന്നതിന് വേണ്ടി അല്ലാഹുവിൻ്റെ വിധിവിലക്കുകളോട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ചിട്ടപ്പെടുത്തുവാനും ജീവിതത്തിലുടനീളം അച്ചടക്കം പാലിക്കുവാനും മുസ്ലിമുകളായി ജീവിച്ച് അതേ നിലയിൽ മരണപ്പെടുവാനും ആഗ്രഹിക്കണമെന്നും അതിനായി യത്നിക്കണമെന്നും എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. ജീവിതത്തിൽ എല്ലാ മനുഷ്യരും എക്കാലവും നേരിടുന്ന കുറേ പ്രതിസന്ധികളുണ്ട്. അതിലൊരു ഭാഗം നാം കഴിഞ്ഞ ഖുതുബയ്ക്ക് മുൻപ് പ്രതിപാദിച്ചിരുന്നു. മക്കൾ, സമ്പത്ത്, കുടുംബം, മാതാപിതാക്കൾ, അങ്ങനെ തുടങ്ങി കുറേയധികം വിഷയങ്ങളിൽ ആകസ്മികതയിൽ ഉണ്ടായിത്തീരുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളെയും അല്ലാഹു വിവരിച്ചത് നമ്മൾ പ്രതിപാദിച്ചിരുന്നു. അതിൻ്റെ ഒരു ഭാഗം ഇന്ന് അതിൻ്റെ ഒരു തുടർച്ച എന്നോണം സൂറ അഹ്ഖാഫിലെ രണ്ടാമത് ഒരു ഭാഗം വിവരിക്കുന്ന ആയത്താണ് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ വളരെ ചെറിയ 4 വചനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു അധ്യായമാണ് കാലം സാക്ഷി എന്ന് പറയുന്ന ഒരധ്യായം. ആ അധ്യായത്തിൻ്റെ ഒരു പ്രത്യേകത ഏതെങ്കിലും ഒരു കാലത്തിൽ നിലനിൽക്കുന്നില്ല എന്നതാണ്. മനുഷ്യവംശം ആരംഭിച്ച ഒന്നാമത്തെ കാലം മുതൽ വർത്തമാനകാലത്ത് ഇന്നേ വരെയും ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും ജീവിതകാലത്തെ അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രഖ്യാപനം നടത്തുന്നത്. ഇനി വരാനിരിക്കുന്ന കാലങ്ങളും ഈ പ്രസ്താവനയിൽ ഉൾച്ചേർന്ന് നിൽക്കുന്നു. വൽ അസ്ർ, കാലം സാക്ഷിയാണ്. ഒരു സത്യത്തിൻ്റെ വാവാണ് ആ അസറിന് മുൻപ് ഉപയോഗിച്ചത്. ഖസമിൻ്റെ വാവ് എന്നാണ് ഭാഷാ ഗ്രാമറിൽ പറയുന്ന വാചകം. അപ്പോൾ അല്ലാഹുവിൻ്റെ സൃഷ്ടി സമൂഹങ്ങളിൽ രൂപപ്പെടുന്ന ഒരു പ്രതിഭാസം, ഈ മഹാപ്രപഞ്ചത്തിലെ ഗോളങ്ങളുടെ നിലനിൽപ്പിലും ചലനത്തിലും മറികടക്കുന്നതിലും രൂപപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് സമയം, കാലം എന്നൊക്കെ നമ്മൾ പറയുന്നത്. അത് എടുത്തു പറഞ്ഞുകൊണ്ട് സത്യം ചെയ്യുന്ന ഒരു വചനം. അപ്പോൾ കാലം സാക്ഷിയാണ്. ഏത് കാലത്തും ജീവിച്ചിരിക്കുന്നവരുടെ ജയം, അപ്പോൾ ജയാപജയങ്ങൾ അതാത് കാലഘട്ടത്തിലെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അതാത് കാലങ്ങളിൽ ജീവിക്കുന്നവരുടെ ശ്രദ്ധയും കരുതലുമാണ് ആ കാലഘട്ടത്തിലെ പ്രശ്നങ്ങളെ അതിജയിക്കാൻ മനുഷ്യനെ പ്രാപ്തമാക്കുന്നത്. അതിൽ പരാജയപ്പെടുന്നവർ പരാജിതരാണ്. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യർ നഷ്ടത്തിലായി തീരുന്നു അതാത് കാലത്തിൻ്റെ സാക്ഷീകരണത്തിൽ. ഒരു 3 തലമുറ, അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു 100 വർഷമാണ്. അപ്പോൾ 100 വർഷം നമ്മൾ ജീവിച്ചിരിക്കുന്ന നമുക്ക് പിന്നിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ 100 വർഷത്തെ മനുഷ്യ ജീവിതത്തെ അടയാളപ്പെടുത്തപ്പെട്ടത് വായിച്ച് അറിയാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ സ്വന്തം പിതാവിൻ്റെ തലമുറ അതിൻ്റെ പിതാവിൻ്റെ തലമുറയിലെത്തുമ്പോൾ ഈ 3 തലമുറ എത്തും.
അപ്പോൾ നമ്മൾ കേൾക്കുന്നതും കാണുന്നതും ഗ്രഹിക്കുന്നതുമായ ഒരു കാലഘട്ടമാണത്. ആ കാലത്ത് എങ്ങനെയാണ് ഈ മനുഷ്യരൊക്കെ നന്നായി ജീവിച്ചത്? ആ മനുഷ്യർക്കിടയിലെ ജീവിതത്തിൽ ഒരുപാട് സൗകര്യങ്ങൾ വർദ്ധിച്ചു എന്നതല്ല, ആ ജീവിത സാഹചര്യത്തിലെ ഉള്ള സൗകര്യങ്ങളിൽ എങ്ങനെ അവർ സംതൃപ്തിയോടെ ജീവിച്ചു, അവിടെയാണ് ഖുർആൻ ഈ കാര്യമൊക്കെ എടുത്തു പറയുന്നത്. സൂറത്ത് അഹ്ഖാഫിൽ വല്ലദീ ഖാല ലിവാലിദൈഹി ഉഫ്ഫിൻ ലക്കുമാ അതഇദാനിനി അൻ ഉഖ്റജ വഖദ് ഖലത്തിൽ ഖുറൂനു മിൻ ഖബ്ലി. നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? മക്കളുടെ വർത്തമാനമാണ് മാതാപിതാക്കളുടെ മുൻപിൽ, വീടുകളിൽ. നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? അൻ ഉഖ്റജ, ഇനി വീണ്ടും ഞാൻ ജീവിപ്പിക്കപ്പെടും എന്ന് പറഞ്ഞിട്ട് എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? വഖദ് ഖലത്തിൽ ഖുറൂനു മിൻ ഖബ്ലി, എനിക്ക് മുൻപ് എത്രയോ തലമുറകൾ കഴിഞ്ഞു പോയിരിക്കുന്നു. അപ്പോൾ എനിക്ക് മുൻപ് ഒരുപാട് തലമുറകൾ പരിചിതരായ, ഒപ്പം ജീവിച്ച, വളരെയധികം അറിവുകളുണ്ടായിരുന്ന, എന്നോടൊപ്പം ഉണ്ടായിരുന്ന തലമുറകളിൽ എത്രയോ ആളുകൾ മരിച്ച് മൺമറഞ്ഞുപോയി. ഇതെല്ലാം കണ്ടും കേട്ടും മനസ്സിലാക്കിയ എൻ്റെ മുൻപിൽ നിങ്ങൾ ഇനി വീണ്ടും ഒരു ജനനം, ഒരു ജന്മം ഉണ്ടാകും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണോ? ഉഫ്ഫിൻ ലക്കുമാ, നിങ്ങൾക്ക് നാശം. ആ വാക്ക് വലിയ അർത്ഥവ്യാപ്തിയുള്ളൊരു വാചകമാണ്. ഇപ്പോൾ സാധാരണ നിലയിൽ വിശുദ്ധ ഖുർആനിൽ മാതാപിതാക്കളോട് മക്കൾ ഏത് സാഹചര്യത്തിലും സംസാരിക്കേണ്ട ഒരു ശൈലി പഠിപ്പിച്ചിടത്താണ് ഈ വാക്ക് പോലും ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ അടിസ്ഥാനപരമായ ഉപദേശം നൽകുന്നത്. വലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. അതൊരു വലിയ പ്രസ്താവനയാണ്. നിങ്ങൾ മാതാപിതാക്കളോട് കയർത്ത് സംസാരിക്കരുത്. നമുക്ക് പിടിച്ചടക്കാൻ കഴിയാത്ത ദേഷ്യഭാവത്തിലായിരിക്കും. അല്ല, അവരുടേതായ ലോകത്തല്ലല്ലോ കാർന്നവന്മാർ ജീവിച്ചിരിക്കുക. അപ്പോൾ അതിന് ഇന്ന് ഉപയോഗിക്കുന്ന വാചകം ന്യൂ ജനറേഷൻ എന്നാണ്, പുതുതലമുറ. പുതുതലമുറ നിൽക്കുന്നതും ഇതിനു മുൻപ് ജീവിച്ചുകൊണ്ടിരിക്കുന്ന പഴയതും പഴഞ്ചനും ഒട്ടും പുതുമയില്ലാത്ത ഒരു തലമുറയുടെ പ്ലാറ്റ്ഫോമിലാണ്. അല്ലാണ്ട് ഇവർക്ക് നിൽക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ നിൽക്കുന്ന നിങ്ങൾ മാതാപിതാക്കളോട്, മുൻ തലമുറയോട് ഛേ എന്ന് പോലും പറയരുത്. അതിനെല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളും ഉപയോഗിച്ച വാചകം അവർക്ക് അനിഷ്ടകരമാകുന്ന ഒരു ശബ്ദം പുറപ്പെടുവിക്കലാണ്. ഒരു വാചകമുണ്ടാകണമെന്നില്ല, ഗോഷ്ഠി കാണിക്കുകയോ ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിക്കുകയോ ചെയ്യാൻ പാടില്ല. അത് വളർന്നു വരുന്ന ഒരു തലമുറയിൽ, പുതുതലമുറയിലെ യുവത്വം, അതാണായാലും പെണ്ണായാലും. അപ്പം ഇത് ഈ കാലഘട്ടത്തിൽ രണ്ടും ഒരുപോലെയാണ്. യുവാക്കളായ ആളുകളൊക്കെ ഏത് രീതിയിലൊക്കെയുള്ള ജീവിതമാണോ ആഗ്രഹിക്കുന്നത്, അതിൽ ഒരു പടി അപ്പുറത്താണ് യുവതികളുടെ എല്ലാം മനസ്സിലുള്ളത്. അതുകൊണ്ട് അവരുടെ ജീവിതത്തിനൊരു നിയന്ത്രണം രണ്ട് വിഭാഗവും ഇഷ്ടപ്പെടുന്നില്ല. പ്രത്യേകിച്ച് മതത്തിൻ്റെ
അപ്പോൾ ഉടനെ തന്നെ മതം വളരെ പഴയതാണ്, പഴഞ്ചനാണ്, ജീവിക്കാൻ പറ്റാത്തതും കൊള്ളാത്തതുമാണ്, ഇതൊന്നും ഈ കാലഘട്ടത്തിൽ കഴിയില്ല എന്നൊക്കെ രണ്ട് വിഭാഗവും പറഞ്ഞുകൊണ്ടിരിക്കും. അതിനെന്തെല്ലാം തെളിവുകളായിരിക്കും. ഒരു കാലത്ത് ഫെമിനിസം പറഞ്ഞിട്ടാണ് യുവതികളൊക്കെ രംഗത്ത് വന്നത്. ഇപ്പം അത്രത്തോളം പറയാറില്ല. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത്, അങ്ങനെ പോലും പറയരുത്. വലാ തക്കുല്ലഹുമ ഉഫിൻ, നിങ്ങളങ്ങനെ ഉഫിൻ എന്ന് പറയരുത്. അത് അറബി ഭാഷയിൽ ശബ്ദമില്ലാതെ തന്നെ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഏതൊന്നും, ആ ഒരു രീതിയും ഇസ്ലാം ഇഷ്ടപ്പെടുന്നില്ല. വലാ തൻഹർഹുമ, അവരെ ആട്ടുകയും ചെയ്യരുത്, അവഗണിക്കരുത്, ആക്ഷേപിക്കരുത്, ശകാരിക്കരുത്, കുറ്റം പറയരുത്, അവരെ ഇൻസൾട്ട് ചെയ്യുക, അവരെ എന്താ അതിന് പറയുക, അത് നിന്ദ്യമായി താഴ്ന്ന നിലവാരത്തിൽ അവരോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിവരമില്ല, ലോകപരിചയമില്ല, ഇപ്പോഴത്തെ സയൻസും അതിൻ്റെ സാങ്കേതിക വിദ്യയുടെയും വളർച്ചയൊന്നും നിങ്ങളുടെ കാലത്ത് അറിയില്ല, നിങ്ങളതൊന്നും പഠിച്ചിട്ടുമില്ല. അപ്പം അങ്ങനെ ഒരു അവഗണനയുടെ വാചകമുണ്ട്. വലാ തൻഹർഹുമ, അവർ ഇരുവരെയും നീ അകറ്റുകയോ ആട്ടുകയോ ശകാരിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യാൻ പാടില്ല, അതെത്ര വലിയവരായിരുന്നാൽ പോലും. അപ്പോൾ കുട്ടികൾ മുതിരുമ്പോൾ, ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു സമകാലികത്തിൽ NP ഹാഫിസ് മുഹമ്മദ്, ഡോക്ടർ, NPയുടെ മകനാണ്, കുട്ടികൾ മുതിരുമ്പോൾ മുതിർന്നവർ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു തലക്കെട്ടിൽ നല്ലൊരു ലേഖനമുണ്ടായിരുന്നു. സാന്ദർഭികമായി മനസ്സിൽ വന്നത് പറഞ്ഞതാണ്. അപ്പോൾ കുട്ടികൾ കുടുംബത്തിൽ വളരും തോറും മുതിർന്ന ആളുകൾ കുട്ടികളായിക്കൊണ്ടിരിക്കും. അപ്പോൾ അവർ പറയും, നമ്മൾ കേൾക്കും. അവരാണ് ഡിസൈൻ ചെയ്യുക ജീവിതത്തെ. ഈ മുതിർന്നവർ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പറ്റൂല. അപ്പം മുതിർന്നവരാണ് ജീവിതത്തിന് ഒരു നിർണയത്വം നൽകുന്നത് എങ്കിൽ അവരവരുടെ കഴിവും ശേഷിയും ജീവിതാനുഭവത്തിലുമായിരിക്കും രൂപപ്പെടുക. ഒരു ചെറിയ ഉദാഹരണം പറയാം. അപ്പോൾ നമുക്ക് ജീവിക്കണം. അപ്പോൾ ഇസ്ലാമിക നിയമം അനുസരിച്ചൊരു വീടുണ്ടാക്കുമ്പോൾ അത്യാവശ്യം ആ വീട്ടിലെ അംഗങ്ങൾക്ക് അന്തി ഉറങ്ങാൻ സൗകര്യം വേണം. അപ്പോൾ അതിനനുസൃതമായി ചെറിയ ഒരു വീടുണ്ടാക്കും. കാരണം മുതിർന്നവർ ജീവിതത്തെ നിർണ്ണയിക്കുകയാണ്. കാരണം കഴിഞ്ഞ ഒരു 50 വർഷത്തെ വരുമാനങ്ങളുടെ മിച്ചവും ഇപ്പോൾ ഒരുമിച്ച് കൂട്ടാവുന്ന സാമ്പത്തിക സൗകര്യവും ഒരു വേള കടം വേണ്ടി വന്നാൽ അതെങ്ങനെ വീട്ടാം എന്ന ദീർഘവിചാരത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വളരെ ചുരുങ്ങിയ ഒരു വീടുണ്ടാക്കും. ആ വീട് അഭിമാനകരമാകും. നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ വേണ്ടി ഉദാഹരണം പറയണം. ഇനിയൊരു പുതുതലമുറയാണ് ജീവിതം ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ കഴിയുമെങ്കിൽ സ്റ്റെയർ ബിൽഡിങ് വേണം. അപ്പോൾ എന്താ കാരണം? അപ്പോൾ 10 ലക്ഷം രൂപയ്ക്ക് പണിയാവുന്ന ഒരു വീട് നമുക്കൊരു 60-70 ആയാലും എന്താ കുഴപ്പം? കാരണം ഒന്നും വരുമാനമില്ല കേട്ടോ. എന്നാലും നമുക്കിങ്ങനെ ചെയ്യാമല്ലോ. തമ്മിലുള്ള വ്യത്യാസം അതാണ്. ജീവിതത്തിൻ്റെ എല്ലാ വശവും അങ്ങനെ തന്നെയാണ്. ഇതാണ് ഈ മുതിർന്ന ആളുകളുടെ ജീവിത വീക്ഷണ പരിചയ സമ്പന്നതയെ നിസ്സാരമായി കാണാതിരിക്കുക. ഇതാണ് വരുന്ന തലമുറയോട് പറയാനുള്ളൊരു വാചകം. അവർ ജീവിതാനുഭവങ്ങളിൽ പാഠം പഠിച്ചവരാണ്. പക്ഷേ പുതിയ തലമുറയ്ക്ക് അനുഭവമില്ലാത്തത് കൊണ്ട് എങ്ങനെയും ജീവിച്ചാൽ മതി എന്ന ചിന്തയാണ്. ഇസ്ലാം വളരെ ഗൗരവമായി കണ്ട ഒരു വിഷയം പലിശയാണല്ലോ. പലിശ എന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതാധ്വാനം ഒന്നടങ്കം ആയുഷ്കാലം ഉപയോഗിച്ചാലും അതിൽ നിന്ന് അവൻ രക്ഷപ്പെടില്ല.
അതൊരു വളരെ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ ഉപയോഗിക്കാവുന്നതായിരിക്കും ബാങ്കുകളൊക്കെ ഓഫർ ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡ്. പക്ഷെ അതിൻ്റെ ഒരു സമയപരിധിയുണ്ട്. ആ പരിധി വിട്ടാലോ 40%. കേരളത്തിൽ ആരെക്കൊണ്ട് ചെയ്യാൻ കഴിയുമോ അത് പിന്നെ 80%. ഇത് വലിയ അർത്ഥത്തിലൊന്നും പഠിക്കാനില്ല. കാരണവന്മാർക്ക് ഈ പഠനം എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ റസൂലും മദീനയിലാണ്. 4 ഗോത്രങ്ങളുടെ ആധിപത്യത്തിലായിരുന്നു ഒരു രാജ്യം, ഹിജാസ്. 4 ഗോത്രങ്ങൾ. അപ്പോൾ ബനുൽ നളീറുണ്ട്, ബനുൽ മുസ്തലക്കുണ്ട്, ബനു കൈനുക്കാഴുണ്ട്. അങ്ങനെ ഒരു വലിയ ശൃംഖലയാണ്, വലിയ ഗോത്രം. അവരാണ് സമ്പന്നർ. അവരുടെ വീടും എല്ലാം കോട്ടകളാണ്. കോട്ടകൾക്ക് ചുറ്റും മതിലുകളുണ്ടാവും. കാരണം സാധാരണക്കാരെപ്പോഴെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കി പണമൊക്കെ തന്നു കഴിഞ്ഞാണ് ഇപ്പം നിങ്ങൾ മേടിച്ചുകൊണ്ടിരിക്കുന്നത് 1000 ഇരട്ടിയിലപ്പുറം പണമായി പലിശയാണ് മേടിക്കുന്നത്. തരില്ല എന്ന് പറഞ്ഞ് ബഹളം കൂട്ടി സംഘടിച്ച് വന്ന് വീട് ആക്രമിച്ചെങ്കിലോ എന്ന് പേടിച്ചിട്ടാണ് ഈ വലിയ കോട്ടയും കോട്ടവാതിലും ഉള്ളത്. അത് നമ്മൾ ചരിത്രം പഠിക്കേണ്ടതാണ്. അപ്പോൾ അവരുടെ ജോലി പലിശയാണ്. അത് ഖുർആനിൽ തന്നെ പറഞ്ഞു. അവിടെ നമ്മൾ പലരും പിൽക്കാലത്ത് ചിന്തിച്ചത് ഖുർആൻ എന്താ ഇരട്ടിയും ഇരട്ടിക്കിരട്ടിയും അദ്ആഫൻ മുളാഫ പറഞ്ഞതെന്നിടത്താണ് പണ്ഡിതന്മാർ ചർച്ച തുടങ്ങിയത്. എന്താ സംഭവം എന്നുള്ളത് ആ കാലഘട്ടത്തിലെ ചരിത്രം പഠിക്കണം. അപ്പോൾ ആ രാജ്യത്തെ ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം അവരെ ഡിപ്പെൻഡ്, അവരെ ആശ്രയിക്കാതെ ഇവർക്ക് ജീവിക്കാനും കഴിയില്ല, കൃഷി ചെയ്യാൻ കഴിയില്ല, കച്ചവടം ചെയ്യാൻ കഴിയില്ല. ജീവിക്കണമല്ലോ ഓരോ ദിവസം, അതിന് കഴിയില്ല. അപ്പോൾ ഇവരെ ആശ്രയിക്കും. ഇവരെ ആശ്രയിക്കുമ്പോൾ കടുത്ത നിബന്ധനകൾ വയ്ക്കും. ആ നിബന്ധനകൾ മാനസിക അടിമത്തം, ശാരീരിക അടിമത്തം, കുടുംബാടിമത്തം, സാമ്പത്തിക അടിമത്തം. ഇത് അങ്ങനെ തന്നെ അടിച്ചേൽപ്പിക്കും നമ്മളെ. ഇത് അംഗീകരിക്കുന്നവർക്കേ ജീവിക്കാൻ പറ്റൂ. ഇത് തന്നെയല്ലേ ഇന്ന് ലോകത്ത് നടക്കുന്നത്. ഇതാണല്ലോ ഇപ്പോൾ ലോകത്ത് നടക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് സാധാരണ ബാക്കി എല്ലാ കാര്യവും നിരോധനം വാക്കുകൊണ്ട് പറയുക. എല്ലാവരും കാണത്തക്ക വിധത്തിൽ കാലുയർത്തിയിട്ട് താഴെ ചവിട്ടിയിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ കാൽ ചുവട്ടിൽ ചവിട്ടി താഴ്ത്തുകയാണ് ഈ പലിശ. അത് നിങ്ങൾ ഒരു കാരണവശാലും തിരിച്ചു കൊടുക്കണ്ട, എൻ്റെ പിതൃബിൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന് അങ്ങനെയാണ് കൊഴുക്കണ്ടെന്ന് എന്ന് പറഞ്ഞിട്ടാണ് നിരോധിച്ചത്. അങ്ങനെ നിരോധിച്ചു എന്ന് മാത്രമല്ല, അതിൻ്റെ എല്ലാ വഴികളും അടച്ചു കളഞ്ഞു. അപ്പോൾ ഒരത്യാപത്തിൽ ഉപകരിക്കുന്ന ഒരു സാമ്പത്തിക ക്രമമല്ല. മനുഷ്യനെ സംബന്ധിച്ച് നിനക്ക് നിൻ്റെ ആഗ്രഹാഭിലാഷങ്ങൾ നിയന്ത്രിക്കണ്ട, കടിഞ്ഞാണിടണ്ട, നിനക്ക് വേണ്ടതെല്ലാം ഞങ്ങൾ തന്നുകൊണ്ടിരിക്കും. അവൻ്റെ മരണവും അവൻ്റെ അടുത്ത തലമുറയുടെ മരണം കഴിഞ്ഞാലും ഈ തന്ന ബാങ്കുകാരിൽ നിന്ന് തല ഊരാൻ കഴിയില്ല. ഇതാണ് വ്യത്യാസം. അപ്പം ഞാനിത് സൂചിപ്പിച്ചത്, മുതിർന്നവർ കുട്ടികൾ മുതിർന്നു വരുമ്പോൾ മുതിർന്നവർ താഴ്ന്നു വരികയാണ്. പക്ഷെ ആ താഴ്മയിൽ അവർ ജീവിതത്തിലെ നിശ്വാസം വളരെ കൃത്യമായ അനുഭവത്തിൽ നിന്ന് പഠിച്ചതാ പറയുക. അപ്പോൾ അതിനകത്ത് 2-3 കാര്യമുണ്ട്. ഒറ്റ വാക്കാണ് പറഞ്ഞാൽ ഒരു ആപ്തവാക്യമുണ്ട്, സ്ത്രീകൾ പറയുന്നതാണ് അധികവും. മറ്റൊരാളുടെ കൈ തലയണയായി വച്ചിട്ട് ഉറക്കമൊക്കെ സുഖമായിരിക്കും, പക്ഷേ എപ്പോഴാണ് അവൻ കൈ വലിക്കുക എന്ന് നമുക്കറിയില്ല. ഉറങ്ങാനൊക്കെ നല്ല സുഖമാണ്, എപ്പോഴാണ് നോട്ടീസ് കൊണ്ടുവന്ന് പതിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. പിന്നെ ഉറങ്ങുമോ? 1 കൊല്ലമല്ല 10 കൊല്ലത്തേക്ക് ഉറങ്ങാൻ കഴിയുമോ? ശരി, വലാ തൻഹർഹുമ, നിങ്ങൾ അവരെ ആരെയും അവഗണിക്കരുത്, നിസ്സാരവൽക്കരിക്കരുത്. അവർക്ക് വിവരമില്ല എന്ന് നിങ്ങൾ പറയുകയും ചെയ്യരുത്. പൂർവികർ മോശക്കാരാണെന്ന് പറയാൻ വേണ്ടി ഒരു വേദം വരേണ്ടതുണ്ടോ? അവരവൻ്റെ മാതാപിതാക്കൾ, അത് പിൽക്കാലത്ത് വന്നപ്പോൾ മുസ്ലിമീങ്ങളിലാണ് ആ ത്വര വളർന്നത്. മുഹമ്മദ് നബിയുടെ വാപ്പായും ഉമ്മായും ശരിയാണോ തെറ്റാണോ?
ആ ചർച്ച 3-ാം നൂറ്റാണ്ടിൽ വന്നതല്ലേ, മുസ്ലിമാണോ അല്ലേ എന്ന്. അങ്ങനെയല്ല ആ കാലത്തിൽ ചർച്ച ചെയ്തത്. കാഫിറാണോ, മുഷിരിക്കാണ്, നരകവാസിയാണ് എന്ന് പറയാനായിരുന്നു ഇഷ്ടം. അതുകൊണ്ട് ഹാഫിദ് സുയൂത്തി അലൈഹി റഹ്മ ഒരു കിതാബ് തന്നെ രചിച്ചു അക്കാലത്ത്. അദ്ദേഹം രചിച്ചത് നബിയുടെ മാതാപിതാക്കൾ സ്വർഗത്തിൽ, അലാ അന്ന അബവൈ അൻ നബിയ്യി ഫിൽ ജന്ന എന്ന പേരില ഒരു കിതാബ്. ഞാൻ ആ വിഷയത്തിലേക്ക് വരികയല്ല. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത്, കുട്ടികൾ മുതിരുമ്പോൾ മുതിർന്നവർ പിന്നെ എന്താണ് ചെയ്യുക? അപ്പോൾ ജീവിതത്തിൽ സ്വസ്ഥത അനുഭവിക്കണമെങ്കിൽ കുട്ടികൾ ഒരല്പം ശാന്തത കൈവരിക്കണം, കേൾക്കാൻ തയ്യാറാകണം. എന്നിട്ട് അതിനെക്കുറിച്ച് കൂലങ്കഷമായി ചിന്തിക്കാൻ പഠിക്കണം. അപ്പോൾ മാത്രമേ ജീവിതത്തിൽ, നമ്മളെല്ലാ ഖുതുബയിലും നബി 560 അല്ലെങ്കിൽ 600 താഴെയോ ഖുതുബ നടത്തും. എല്ലാ ഖുതുബയിലും ആവർത്തിച്ചൊരായത്താണ് നമ്മൾ ഈ ഓതുന്നത്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇത് പറയാതെ 570 670 ഖുതുബയെന്ന് വെച്ചോ 10 കൊല്ലം. ആ ഖുതുബയിലെല്ലാം നബി ആവർത്തിച്ചതാണ്. നിങ്ങൾക്ക് സൂക്ഷ്മത, ശ്രദ്ധ, കരുതൽ, ഗൗരവം ഇതൊക്കെ ഉണ്ടാകണം. തഖ്വയ്ക്ക് നൽകിയ അർത്ഥ ഭേദങ്ങളാണത്. മുസ്ലിമുകളായിട്ടേ മരിക്കാവൂ, അതിനു വേണ്ടി നിങ്ങൾ ശഠിക്കണം, മുസ്ലിം അല്ലാതായി പോകരുത്. ഈ 2 വാക്ക് പറഞ്ഞിട്ടാണ് നബി ചെയ്തിരുന്നത് എല്ലാ ഖുതുബയും. നബി ഓതിയ ആയത്തതാണ്, വേറെ ആയത്തുകളില്ലാതിട്ടല്ല. അതാണ് ഇസ്ലാമിലെ തഖ്വ വീക്ഷണം. അപ്പോൾ നിങ്ങൾ മാതാപിതാക്കളോടുള്ള സമീപനത്തിൽ ഏറെ സൂക്ഷ്മതയും ശ്രദ്ധയും കരുതലും ഉണ്ടാകണം. മാത്രവുമല്ല, ജീവിതാനുഭവങ്ങൾ പാഠമായി സ്വീകരിക്കണം. കടബാധ്യത കുറഞ്ഞാലോ, കടബാധ്യത കുറഞ്ഞാൽ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന പള്ളിയിൽ മരണപ്പെട്ട ഒരാളുടെ മയ്യത്ത് കൊണ്ടുവരികയാണെന്ന് വെച്ചാൽ നബി അന്വേഷിക്കുന്നത് കടമുണ്ടോ എന്നാണ്. എന്താ കടമുണ്ടെങ്കിൽ ആ മയ്യത്ത് ഖബറടക്കുന്നതിന് മുൻപ് ആ മയ്യത്തിൻ്റെ കടബാധ്യതകൾ പൂർത്തീകരിക്കണം. അത് അങ്ങേർക്ക് സമ്പത്തുണ്ടെങ്കിൽ ആദ്യം ആ സമ്പത്ത് ഉപയോഗിച്ച് തീർക്കണം. അദ്ദേഹത്തിന് വല്ല വസിയത്തും ജീവിതകാലത്തുണ്ടെങ്കിലോ ഏതെങ്കിലും സാധുവിനോ അയൽവാസിക്കോ കുടുംബത്തിൽപ്പെട്ടവർക്കോ അകന്നവർക്കോ എന്തെങ്കിലും സഹായിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ടാവും. അതാണ് വസിയത്ത്. അതും പൂർത്തിയാക്കണം. ഇത് രണ്ടും കഴിഞ്ഞ് മയ്യത്ത് ഖബറടക്കിയ ശേഷം പിന്നെ വല്ലതും ഉണ്ടെങ്കിലാണ് അനന്തരാവകാശം എന്ന നിയമം ഉണ്ടാവുക. അതിനു മുമ്പ് അനന്തരാവകാശ നിയമമില്ല. സൂറത്തുൻ നിസാ 3 ആയത്തുകളാണ് ആകെ ഉള്ളൂ. അത് 3ഉം പഠിപ്പിച്ചെടുത്ത് അള്ളാഹു ആവർത്തിച്ചൊരു വാചകമുണ്ട്, മിൻ ബഅദി വസിയ്യത്തിൻ തൂസൂന ബിഹാ. നിങ്ങൾ ചെയ്ത വസിയത്തുകൾ, ദൈനുകൾ, കടം, ഇതൊക്കെ തീർത്തിട്ട് ബാക്കിയുണ്ടെങ്കിൽ അനന്തരാവകാശിക്ക് എടുക്കാം. അപ്പോൾ നബി അന്വേഷിക്കും കടമുണ്ടോയെന്ന്. അപ്പോൾ അത് ഏറ്റെടുത്ത് നിർവഹിക്കാൻ ആരുമില്ല. ആ കുടുംബത്തിൽ അദ്ദേഹത്തിന് വകയൊന്നുമില്ല. ഏറ്റെടുത്ത് നിർവഹിക്കാൻ ഒന്നുമില്ലാത്തവർ. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറയും, ഞാൻ ഏറ്റെടുക്കുന്നു. ഒരു മയ്യത്ത് കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ നമസ്കരിച്ചോ എന്ന് പറഞ്ഞിട്ട് നബി മാറിപ്പോയി. എന്ന് പറഞ്ഞാൽ കടബാധിതൻ്റെ മേലുള്ള മയ്യത്ത് നമസ്കാരം അള്ളാഹുവിൻ്റെ റസൂല് ഇഷ്ടപ്പെട്ടില്ല. പാടില്ല എന്നല്ല, സഹാബികളോട് ചെയ്യാനാണ് പറഞ്ഞത്. എന്നാൽ മറ്റ് ചിലപ്പോൾ നബി അത് ഏറ്റെടുക്കും. എന്നിട്ട് മയ്യത്ത് നമസ്കാരം കഴിഞ്ഞ് ഖബറടക്കും. കടമില്ലാതെ എങ്ങനെ ജീവിക്കാം എന്ന് പഠിപ്പിക്കുന്നിടത്താണ് ഇസ്ലാം മനുഷ്യവംശത്തിൽ വിജയം വരിച്ചത്. അതിന് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്, നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ ഐശ്വര്യം ലൈസൽ ഗിനാ ബി കസറത്തിൽ അംവാൽ, ഒരുപാട് സമ്പത്തുണ്ടാവുക എന്നതല്ല ഐശ്വര്യം. മറിച്ച് അവനവൻ്റെ ജീവിതത്തിൽ ലഭിച്ചതിൽ വലാക്കിന്നൽ ഗിന ഗിനൻ നഫ്സ്,
അവൻ്റെ മനസ്സിൻ്റെ ഐശ്വര്യമാണ്. അവനാ മനസ്സിന് തൃപ്തിയുണ്ടല്ലോ, ആ തൃപ്തിയാണ്. അപ്പോൾ ആ തൃപ്തിയാവുമ്പോൾ പ്രൗഢമാവും, അഭിമാനമുള്ളതായി വരും. ഏതൊന്നും അവനവൻ്റെ ജീവിതം എടുത്തു പറയുന്നത് അഭിമാനകരമാകുന്ന ആ ഒരു തൃപ്തി മനസ്സിനുണ്ടായാൽ മതി. അപ്പോൾ കടമുണ്ടാവില്ല. നിങ്ങളെങ്ങനെ വേണേലും ഒരു കൊല്ലം ഒന്ന് ശീലിച്ചു നോക്കിക്കോ. ഇത് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച വാചകമാണത്. അപ്പം കടബാധ്യത ഇല്ലാതെ വന്നാൽ പലിശ സത്യത്തിൽ നമുക്ക് ആവശ്യം വരുന്നില്ലല്ലോ. നമ്മളങ്ങനെ ഒരു പലിശയിൽ ചെന്ന് വീഴേണ്ടതും വരുന്നില്ല. ഇനിയിപ്പോൾ ആഗോളതലത്തിൽ ഇക്കാലഘട്ടത്തിൽ സമ്പദ് ശാസ്ത്ര വ്യവസ്ഥ അനുസരിച്ച് എങ്ങനെ കയറ്റുമതി ഇറക്കുമതിയും ചെയ്യും, എങ്ങനെ കമ്പനി നടത്തും, പ്രൊഡക്ഷൻ എങ്ങനെ ഉണ്ടാക്കും, എങ്ങനെയാണ് ഒരു ഒരു അസംസ്കൃത വസ്തുക്കളെ സംസ്കൃത വസ്തുവായി രൂപീകരിക്കുന്ന വലിയ വലിയ ഫാക്ടറി ഉണ്ടാക്കും, അതിനൊക്കെ പലിശ വേണ്ടതെന്നൊക്കെ ചോദിക്കും. അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് ആ വ്യവസ്ഥകളൊന്നും അറിയില്ല. അപ്പോൾ ഞാനിത് സൂചിപ്പിച്ചത് കടമില്ലാതെ ജീവിക്കാൻ ഒരു ദിവസമെങ്കിലും പരിശ്രമിച്ചാൽ സുഖമായി ഉറങ്ങാം. മറിച്ച് കടബാധ്യതയിലേക്ക് വന്നാൽ നമ്മൾ അസ്വസ്ഥരായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ജീവിതാനുഭവമുള്ള 3 തലമുറ നമ്മുടെ മുമ്പിൽ വരികയാണ്. ഒരു നൂറ്റാണ്ട് അവരുടെ ഉപദേശത്തിനാണ് ഇസ്ലാമിൽ പ്രധാനം. അത് ഖുർആനിൽ ഒരുപാട് ഇടങ്ങളിലുണ്ട്. ഇതിനു മുൻപ് കഴിഞ്ഞുപോയ തലമുറയിലെ നല്ലവരായ ആളുകൾ നിങ്ങൾക്ക് മാതൃകയാണെന്ന് ഖുർആൻ ആവർത്തിച്ച ഒരു തത്വമാണത്. അവരെയാണ് കണ്ടുപഠിക്കേണ്ടത്. വഖുല്ലഹുമാ ഖൗലൻ കരീമ, ബഹുമാന പുരസ്സരമുള്ള വാക്കുകൾ ഉപയോഗിക്കണം. മാതാപിതാക്കളോട് സംസാരിക്കലാണ്. നമ്മൾ മുതിർന്ന ഒരാളോട്, ഒരു മുഖ്യമന്ത്രിയോട്, ഒരു മന്ത്രിയോട്, ഒരു ജനപ്രതിനിധിയോട്, ഒരു നിയമപാലകനോട്, ഒരു നിയമജ്ഞനോട്, ഒരു ജൂറിയോട് എങ്ങനെയാ സംസാരിക്കുക? വളരെ ബഹുമാനം നൽകിയിട്ടല്ലേ? അതിലും ബഹുമാനം മാതാപിതാക്കളോടുള്ള വർത്തമാനത്തിൽ വേണമെന്ന് ഹലീമ റളിയല്ലാഹു അൻഹ നബിക്ക് മുലപ്പാൽ നൽകിയതാണ്. ആ കാലഘട്ടത്തിൽ ഒരുവിധം കുടുംബങ്ങളിലൊക്കെ കൊള്ളാവുന്ന കുടുംബങ്ങൾ, കുടുംബനാമമുള്ള ഇത് ഹാഷിം കുടുംബമാണല്ലോ നബിയുടേത്. അപ്പം വെളിയിൽ നിന്നുള്ള സ്ത്രീകളെയാണ് അതിനെ ഏൽപ്പിക്കുക, കുഞ്ഞുങ്ങൾക്ക് ഫീഡിങ് നൽകാൻ. അങ്ങനെ ഏൽപ്പിക്കപ്പെട്ടൊരു സ്ത്രീയായത്. റസൂലുള്ള മദീനയിലായിരിക്കുമ്പോൾ, ഇതൊരു 80 വയസ്സ് കഴിഞ്ഞു അന്ന് ഈ ഹലീമ ബീവിക്ക്. അപ്പം അന്ന് ജരാതരമാദിച്ച്, കണ്ണിന് കാഴ്ച കുറഞ്ഞ്, ചുക്കിച്ചൊളിഞ്ഞ്, മാംസമൊക്കെ ഇല്ലാതായിട്ട് തൊലിയൊക്കെ എല്ലിനോട് ഒട്ടിച്ചേർന്ന് ഒരു വടി കുത്തിപ്പിടിച്ച് നടക്കുന്ന ഒരു പ്രായം, ഒരു 80 വയസ്സുള്ള ഒരു വല്യമ്മയെ നിങ്ങളൊന്ന് മനസ്സിൽ കാണുക. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നത് പ്രമുഖരാണ്, പൗരപ്രമുഖർ, വിദേശത്ത് നിന്ന് വന്നവർ, പല മത മേലധ്യക്ഷന്മാർ, ഇവരൊക്കെ ഇരിക്കുന്ന ഒരു സദസ്സിലാണ് വർത്തമാനം. അപ്പോഴാണ് റസൂലുള്ളയുടെ അരികിലേക്ക് മുഹമ്മദ് എവിടെ എന്നൊരു നാടൻ ഭാഷയിൽ ചോദിച്ചിട്ടാണ് മുഹമ്മദ് എന്ന് വിളിച്ചിട്ടൊരു സ്ത്രീ കടന്നു വരുന്നത്. നമ്മളാണെങ്കിൽ എന്തു ചെയ്യും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. തള്ള അവിടെ ഇപ്പോൾ ഉപയോഗിക്കുന്ന വാചകം തള്ളേന്നാണ്. എനിക്കറിഞ്ഞുകൂടാ എവിടെ നിന്നാണ് ഈ ഭാഷ വന്നതെന്ന്. അത് ബഷീറിൻ്റെ സാഹിത്യമൊക്കെ വായിച്ചാലും മനസ്സിലാവും എവിടെ നിന്ന് വന്നു എന്ന്. പക്ഷെ അതിന് നമ്മൾ വായിക്കൂല്ലോ അല്ലേ? ക്ഷമിക്കുക. അപ്പം നബി ചെയ്ത ഒരു കാര്യമുണ്ട്. നബി ഇവരിങ്ങനെ ഇരുന്ന് വർത്തമാനത്തിൻ്റെ ഇടയിൽ സഡൻ നബി എഴുന്നേറ്റപ്പോൾ ഇവരറിയാതെ എഴുന്നേറ്റ് പോയി. ഇവർ ഈ സ്ത്രീ ആരെങ്കിലും അറിയോ? വല്ല ബന്ധവുമുണ്ടോ? അധികാരമുണ്ടോ? സ്ഥാനമുണ്ടോ? പദവിയുണ്ടോ? അംബാസഡറാണോ? ഒന്നുമല്ല. റേഷൻ കാർഡിൽ പോലും പേരില്ല ഈ സ്ത്രീക്ക്. അങ്ങനത്തെ ഒരു സ്ത്രീ വന്നപ്പോഴാണ് നബി എഴുന്നേറ്റത്. അപ്പോൾ ഇവരൊക്കെ എഴുന്നേറ്റു. അപ്പം നബി അവരുടെ അടുത്ത് ചെന്നു. അവർ വന്ന് നബിയെ കെട്ടിപ്പിടിച്ചു, നബിയുടെ നെറുകയിൽ ചുംബിച്ചു, അടുത്തിരുന്നു, മുതിയിലൊന്ന് തലോടി. ഞാൻ പോവാണ്. പോയി. അത്രയേ ഉള്ളൂ കാര്യം. നമ്മളാണെങ്കിൽ എന്തുണ്ടാവും?
വല്യമ്മയെ കൊണ്ടുപോയി വലിയൊരു കുഴിയിലിടാൻ മോൻ ശ്രമിക്കുന്ന ശ്രമം ഈ ഉമ്മ താവട്ടെ അറിഞ്ഞില്ല. അപ്പം ഇവൻ്റെ മോൻ നോക്കി നിൽക്കുക എന്താ ചെയ്യണമെന്ന്. നമ്മുടെ ഇന്ത്യയിലെ കാര്യമാണ് ഈ പറഞ്ഞത്. ഒരു ഉമ്മ മരിക്കണില്ല, അപ്പം എന്ത് ചെയ്യണം? കൊല്ലണം. അപ്പോൾ ഒരു കുഴിയിലേക്ക് കൊണ്ടുപോയിടാം. ഇങ്ങനെ വാരിക്കൂട്ടി എടുത്തു കൊണ്ടുപോയിടും. എന്ത് ചെയ്താലും ഈ ഉമ്മ കുഴി ചാറിനില്ല എന്ന്. അവനെന്ത് ബന്ധപ്പാടാ പറഞ്ഞത്? ഇനി ഒരു വലിയ വരുമാനമുള്ള ഡോക്ടർ ഒരു അമ്മയെ സ്റ്റെയർ കേസിലൂടെ നടത്തിക്കൊണ്ടു. അതിൻ്റെ പടം വരെയും വന്നിരുന്നു പത്രങ്ങളിൽ, സോഷ്യൽ മീഡിയ അല്ല ഞാൻ പറഞ്ഞത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ, ടെറസിൻ്റെ മുകളിലെത്തും. എന്നിട്ട് ഓരോന്ന് കാണിച്ചു കൊടുത്തിട്ട് തള്ളിയിടും. അങ്ങനെ കൊല്ലും. ഡോക്ടറാണ് കേട്ടോ. ആ സ്ഥലത്താണ് വിശുദ്ധ ഖുർആൻ ഈ വാക്ക് ഉപയോഗിച്ചത്. ഇത് വൽ അസ്ർ എന്ന് പറഞ്ഞാൽ ഏത് കാലവും ജീവിക്കുന്ന മനുഷ്യരുടെ ചിന്തയെ നിയന്ത്രിക്കുന്ന വാചകമാണ് ഇപ്പോൾ അത്. ആ കാലം നിങ്ങൾക്ക് തെളിവാണ്. നിങ്ങൾ പരാജയപ്പെടുവോ നശിക്കുവോ, നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമോ എന്നത് നിങ്ങൾ ജീവിക്കുന്ന ജീവിതകാലം സാക്ഷിയാവും നിങ്ങൾക്ക്. അതാണ് ഖുർആൻ ഉണർത്തിയത്. മനുഷ്യർ നഷ്ടത്തിലാകുന്നതിൻ്റെ കാരണവും പറയുന്നുണ്ട്. പിന്നെ അത് ഞാനിവിടെ വിവരിച്ച് തീർക്കുകയല്ല. വലാ തൻഹർഹുമ വലാ തഖുല്ലഹുമ ഉഫിൻ വലാ തൻഹർഹുമ വഖുല്ലഹുമ ഖൗലൻ കരീമ. ഏറ്റവും ബഹുമാനമായ രൂപത്തിൽ വേണം സംസാരിക്കാൻ. അനാവശ്യം വിളിക്കൂ, ചീത്തയെ വിളിക്കൂ, ഉപദ്രവിക്കും, ആക്രമിക്കും. ഈ കഴിഞ്ഞ ഒരു 2 മാസത്തിൻ്റെ ഇടയിൽ എന്തോരം മാതാപിതാക്കളെ കേരളത്തിലെ മക്കൾ കൊന്നു. നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. അതിലിപ്പോൾ ജാതിയും മതവും രാഷ്ട്രീയമൊന്നും ഇല്ല കേട്ടോ. അതിൽ എൻ്റെ പാർട്ടി കൂടിയവരൊക്കെ നല്ലവരാണ്, അല്ലാത്തവരാണ് പോയതൊന്നുമില്ല. എല്ലാവരും കണക്കാണ്. അധ്യാപകർ മുതൽ, അധ്യാപകരെന്ന് പറഞ്ഞാൽ വിവരമുള്ളവരാണല്ലോ. MT എഴുതിയ ഏറ്റവും നല്ലൊരു പുസ്തകം മതബോധമുണ്ട്. മതത്തിന് വേണ്ടി ജീവിച്ചയാൾ അവസാനം ആത്മഹത്യ ചെയ്യല്ല, അതിനു മുൻപ് തല തല്ലിയിട്ട് തെറിച്ച് ഒഴുകി വന്ന രക്തം വായിൽ വന്നപ്പോൾ അത് കാർപ്പിച്ച് ഏതൊരാരാധ്യമാണോ അതിൻ്റെ നേരെ തുപ്പുമ്പോൾ ലോകത്തുള്ള മുഴുവൻ ആരാധ്യ വസ്തുക്കളുടെയും മുഖത്ത് ആ തുപ്പൽ ചെന്ന് തെറിക്കുകയാണ്. അതാണ് നിർമാല്യം. ചേർത്ത് പഠിക്കാൻ പറഞ്ഞതാണിത്. ഏതെങ്കിലും ഒരു മതത്തിലായതുകൊണ്ട് ഈ നാശമൊന്നും ഉണ്ടാകുന്നില്ല എന്നില്ല കേട്ടോ. മാതാപിതാക്കൾ ആ വീട്ടിലൊക്കെ സുരക്ഷിതരാണെന്നുള്ള അഭിപ്രായവും ഇല്ല. അവഗണിക്കപ്പെടുന്നില്ല എന്നും നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയെല്ലാം നടക്കുകയാണ്. അവിടെയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ വല്ലദീ ഖാലലി വാലിദൈഹി ഉഫിൽ ലക്കുമാ, നിങ്ങൾക്ക് നാശം. അതഇദാനി അൻ നുഖറജ വഖദ് ഖലത്തിൽ ഖുറൂനു മിൻ ഖബ്ൽ, ഇനി വീണ്ടും എനിക്കൊരു ജന്മം ഉണ്ടാവും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണോ? നിങ്ങൾക്ക് നാശം. വഹുമാ യസ്തഗീസാനില്ല. അപ്പം ഈ മുതിർന്ന കുട്ടികൾ മുതിരുമ്പോൾ നമ്മൾ ചെറുതാവും എന്ന് പറഞ്ഞല്ലോ. പിന്നെ എന്താ ഇപ്പം നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം? വഹുമാ യസ്തഗീസാനില്ല. പടച്ചവനെ നീ തുണ, നീ സഹായം, അള്ളാഹുവേ നീ അവനോട് പറയലല്ലാണ്ട് വേറെ വല്ലതും ഉണ്ടോ? പിന്നെ ദുആ ചെയ്യുക, ദിക്ർ ചെല്ലുക, തസ്ബീഹ് ചെല്ലുക, രാത്രി ഉറങ്ങാണ്ടിരിക്കുക, തഹജ്ജുദ് നിസ്കരിക്കുക, സുന്നത്ത് നിസ്കരിക്കുക, പിന്നെ ഒന്നും പറ്റിയില്ലേ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക. വേറെ മാർഗമൊന്നുമില്ല. അതുകൊണ്ടാണ് ഈ ചെയ്യണത്. വൈലക് ആമിൻ ഇന്ന വഅദല്ലാഹി ഹഖ്കുൻ ഫയഖൂലു മാ ഹാദാ ഇല്ലാ അസാത്തീറുൽ അവ്വലീൻ. ഇതൊരു കാലത്തിൻ്റെ കാര്യങ്ങളാണ്. അള്ളാഹു നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.